നമസ്കാരം. നമ്മുടെ പാൻ കാർഡിനെ പറ്റിയുള്ള ഒരു പുതിയ വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. പാൻ കാർഡിനെ വിവിധ സർക്കാർ ഏജൻസി പ്ലാറ്റ്ഫോമുകളിലൊക്കെയുള്ള ഒരു പൊതു തിരിച്ചറിയൽ രേഖയായി മാറ്റിയെടുക്കുവാനായി ഇപ്പോൾ പാൻ 2.0 എന്ന പദ്ധതി ഇപ്പോൾ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. എല്ലാ രേഖകളും ഇപ്പോൾ ഡിജിറ്റലാകുന്ന ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പാൻ 2 പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിന് 1435 കോടി രൂപയാണ് ഈ പദ്ധതിക്കായുള്ള ചെലവായി പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാവുന്നതോടെ ഈ പാനിനായി ഒരു ഏകീകൃത പോർട്ടൽ വരും. അതുമാത്രമല്ല, പരാതി പരിഹാര പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ ഒരു പോർട്ടലിലെ പ്രവർത്തനങ്ങൾ കടലാസ് രഹിതമായിരിക്കും. അതായത് എല്ലാം ഡിജിറ്റലായി മാറുകയാണ്. ആദായ നികുതി വകുപ്പ് നമ്മുടെ നികുതിയുമായി ബന്ധപ്പെട്ട് ഉള്ള സേവനങ്ങൾ എല്ലാം രേഖപ്പെടുത്തുവാനായി ഉപയോഗിക്കുന്ന 10 അക്കമുള്ള ഒരു ആൽഫാ ന്യൂമറിക് തിരിച്ചറിയൽ കാർഡാണ് ഈ പാൻ എന്ന് പറയുന്നത്. ഇത് അപേക്ഷ നൽകുന്നതിനനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ഒരു ലാമിനേറ്റ് ചെയ്ത കാർഡായി ഇത് ലഭിക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ നേരത്തെയുള്ള പാൻ കാർഡ് ഉള്ളവർക്ക് തുടർന്നും അത് ഉപയോഗിക്കാം എന്നും പറയുന്നുണ്ട്. ഇനി നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് അതിൽ QR കോഡ് കൂടി ചേർത്ത് പുതിയ പാൻ കാർഡും മാറ്റിയെടുക്കാവുന്നതാണ്. അതിനുള്ള ചിലവെല്ലാം തികച്ചും സൗജന്യമാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി എല്ലാ സേവനങ്ങളുടെ കാര്യക്ഷമതയും അതിന്റെ വേഗവും വർദ്ധിക്കും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഡിജിറ്റൽ ആകുന്നതോടെ കൂടുതൽ ലളിതമാകുകയാണ്. മറ്റൊന്ന്, വിവിധ സംവിധാനങ്ങളിലെല്ലാം ഒരു ഏകീകൃത സ്രോതസ് വരുന്നതോടെ വിവരങ്ങൾ ലഭ്യമാക്കുവാനും വളരെ എളുപ്പമാണ്. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പരിസ്ഥിതി സൗഹൃദമാക്കാനും ചെലവ് ചുരുക്കുവാനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിലുള്ള പാൻ ടാൻ 1 പദ്ധതിയുടെ തുടർച്ചയാണ് ഈ പാൻ 2 എത്തുന്നത്. അതുമാത്രമല്ല, വിവരങ്ങളെല്ലാം ഡിജിറ്റൽ സുരക്ഷയുടെ ഭാഗമായി ശക്തമാക്കുവാനും സർക്കാർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുകയാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പുതിയ പെർമനന്റ് അക്കൗണ്ട് നമ്പർ പാൻ അത് അനുവദിക്കുന്നതിനും കൂടാതെ നിലവിലുള്ള പാനിലെ തിരുത്തലുകൾ ഇവയെല്ലാം പൂർണ്ണമായും സൗജന്യമാക്കുകയാണ്. ഈ പാനിന്റെ ഡിജിറ്റൽ പതിപ്പ് ഇ പാൻ അതാണ് സൗജന്യമായി PDF രൂപത്തിൽ ഇമെയിലിൽ ലഭിക്കുന്നത്. ഇനി ഇത് പ്രിന്റഡ് പാൻ കാർഡായി വേണമെങ്കിൽ 50 രൂപ അതിന് ഫീസ് അടയ്ക്കണം. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ 15 രൂപയും പോസ്റ്റൽ ചാർജും അധികമായി നൽകേണ്ടി വരും. ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്നത് സാങ്കേതിക വിദ്യ അപ്ഗ്രേഡ് ചെയ്യുന്നത് വഴി ഒരാൾ ഒന്നിലേറെ പാൻ കൈവശം വയ്ക്കുന്നത് തടയുക എന്നതാണ്. മറ്റൊരു നേട്ടം, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ പാൻ ഏകീകൃത തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കുവാനും സാധിക്കും. ഇതുകൂടാതെ പാൻ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനായി ഡാറ്റ വോൾട്ട് സിസ്റ്റം എല്ലാ സ്ഥാപനങ്ങൾക്കും നിർബന്ധമാക്കുകയാണ്. പരാതികൾ പരിഹരിക്കുവാൻ ഒരു ഹെൽപ്പ് ഡെസ്കും കോൾ സെന്ററും കൂടി ഇതിന്റെ ഭാഗമായി സർക്കാർ തുടങ്ങുന്നുണ്ട്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇവയാണ്. ഇനിയെല്ലാം ഒറ്റ പോർട്ടലിലായിരിക്കും. ഇപ്പോൾ നിലവിൽ പല പോർട്ടലുകൾ വഴിയാണ് പാൻ സേവനങ്ങൾ നൽകുന്നത്. UTI ITSL, പ്രോട്ടിയൻ, ഫയലിംഗ് പോർട്ടൽ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 പോർട്ടലുകൾ വഴിയാണ് പാൻ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതെല്ലാം ഒരൊറ്റ പോർട്ടലിലേക്ക് എല്ലാ സേവനവും ഒരുമിച്ച് നടത്തുന്ന തരത്തിലേക്ക് മാറ്റുകയാണ്. പാനിനായി അപേക്ഷ അടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഇനി പേപ്പർ രഹിത നടപടിക്രമമായി മാറ്റുകയാണ്. ഇനി ഈ പാനുമായി ബന്ധപ്പെട്ട് വന്ന നിരക്കുകളിലെ വ്യത്യാസം എന്തെന്ന് നോക്കാം. നേരത്തെ പുതിയ പാനിന് അപേക്ഷിക്കുമ്പോൾ അതിന് 66 രൂപയായിരുന്നു. അത് സൗജന്യമാക്കിയിട്ടുണ്ട്. പാനിലുള്ള തിരുത്തലിന് വേണ്ടി 66 രൂപ ഫീസ് ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ സൗജന്യമാക്കിയിട്ടുണ്ട്. ഇനി പ്രിന്റഡ് ആയിട്ടുള്ള പാൻ കാർഡിന് നേരത്തെ 101 രൂപയായിരുന്നത് ഇപ്പോൾ 50 രൂപ മതി. പാൻ കാർഡിൽ തിരുത്തൽ വരുത്തി പ്രിന്റ് ചെയ്തെടുക്കുന്നതിന് നേരത്തെ 101 രൂപയായിരുന്നതും ഇപ്പോൾ 50 രൂപയാക്കിയും മാറ്റിയിട്ടുണ്ട്. പാൻ കാർഡുകളിൽ QR കോഡ് എന്നത് ഒരു പുതിയ ആശയമല്ല. 2017-18 മുതൽ തന്നെ ഇത് പാൻ കാർഡുകളുടെ ഭാഗമാണ്. ഇപ്പോൾ പാൻ 2 കീഴിൽ പാൻ ഡാറ്റാബേസിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഡാറ്റ പ്രദർശിപ്പിക്കുന്ന ഒരു ഡൈനാമിക് QR കോഡ് ഉപയോഗിച്ച് ഇത് മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. QR കോഡ് ഇല്ലാത്ത പഴയ കാർഡുകളുള്ള പാൻ ഉടമകൾക്ക് പുതിയ QR കോഡുള്ള പാൻ 2 മാറുവാനുള്ള അപേക്ഷയും ഇപ്പോൾ നൽകുവാൻ സാധിക്കും. QR കോഡ് കൂടി വരുന്നതോടെ പാനിന്റെ വിശദാംശങ്ങളുടെ മൂല്യനിർണ്ണയവും വളരെ എളുപ്പമാകുകയും ആധികാരികമായ രേഖയായി ഇത് മാറുകയും ചെയ്യുകയാണ്. ഇന്ത്യയിലെ നികുതിദായകരുടെയൊക്കെ ആദായ നികുതി കൃത്യമായി പിരിക്കുന്നതിനും വളരെ കാര്യക്ഷമമായ നടപടിക്കുമായി നിരവധി പദ്ധതികൾ ഓരോ ബഡ്ജറ്റിലും പ്രഖ്യാപിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡിജിറ്റലാക്കി എല്ലാ കാര്യങ്ങളും വളരെയധികം
വളരെയധികം സാങ്കേതിക മികവോടുകൂടി നടപ്പിലാക്കുന്നത്. നികുതി പേയ്മെന്റുകൾ, TDS, TCS ക്രെഡിറ്റുകൾ, ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ സാമ്പത്തിക ഇടപാടുകളെയൊക്കെ ബന്ധിപ്പിക്കുന്നത്, ആദായ നികുതി വകുപ്പിന് ആദായ റിട്ടേണുകളും തുടങ്ങിയ എല്ലാ പ്രക്രിയകളും വളരെ കാര്യക്ഷമമാക്കി നവീകരിക്കുന്നതിലൂടെ ഇതിന്റെ സുരക്ഷയും ഇതിന്റെ ആക്സസും എളുപ്പമാക്കുക എന്നതാണ് ഈ പാൻ 2 പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൻ കാർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ക്രമക്കേടുകൾക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 272B പ്രകാരം 2000 രൂപ പിഴ ചുമത്തുന്നുണ്ട്. പാൻ കാർഡുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന നികുതിദായകർക്ക് 10,000 രൂപയും പിഴയുണ്ട്. ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്കും ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വയ്ക്കുവാൻ അനുവാദമില്ല. ഒരു വ്യക്തി ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അധികാര പരിധിയിലുള്ള അസസിംഗ് ഓഫീസറെ അറിയിക്കുകയും അധികമായുള്ള പാൻ നിർജീവമാക്കുവാനോ ഇല്ലാതാക്കുവാനോ അഭ്യർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് നിയമം. ഇത് നിരവധി ആദായ നികുതി ക്രമക്കേടുകൾക്ക് ഇടയാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പാൻ 2 പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.